നിർമ്മാണത്തിനിടെ മലപ്പുറം കൂരിയാട് ദേശീയപാത 66 സർവീസ് റോഡ് തകർന്ന സംഭവത്തിൽ ദേശീയപാത നിർമ്മാണ കമ്പനിയും ജനപ്രതിനിധികളും ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരും. റോഡ് തകരാനുണ്ടായ സാഹചര്യം, തുടർ നടപടികൾ എന്നിവ ചർച്ചയാകും. UDF കൺവീനർ അടൂർ പ്രകാശും പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും AP അനിൽകുമാറും ഇന്ന് ഉച്ചയോടെ കൂരിയാട്ടെത്തുന്നുണ്ട്. പ്രദേശത്ത് ഇപ്പോഴും കനത്ത മഴ തുടരുകയാണ്. അതേസമയം റോഡ് ഒന്നാകെ പൊളിഞ്ഞു വീഴുകയായിരുന്നുവെന്ന് അപകടത്തിൽ പരിക്കേറ്റ ഷംസു പറഞ്ഞു. പരിക്കേറ്റ് റോഡിൽ അരമണിക്കൂർ കിടക്കേണ്ടി വന്നു എന്നും ഷംസു കൂട്ടിച്ചേർത്തു. ഇത് പെട്ടെന്ന് വണ്ടി ഓടുന്നതിലെ റോഡ് വിളിച്ച് വന്നാണ്. റോഡ് വിളിച്ച വണ്ടി സ്ലോ ആക്കി ചവിട്ടി നിർത്തി. റോഡിന് മേലെ പൊളിച്ചുകൊണ്ട് നന്നായിട്ട് വണ്ടിയിൽ മേലെ വന്നു. 4 സ്ത്രീകളും ഞാൻ നയിച്ചു. ഒരു കുട്ടിയുണ്ടായിരുന്നു. പരിക്ക് അവർക്ക് മൂക്കുന്ന ഒരാൾക്ക് സ്റ്റിച്ച്, ഒരാൾക്ക് തലക്ക് സ്റ്റിച്ച് കിട്ടുന്നു, രണ്ടാൾക്ക് ഊരൊക്കെ പറ്റുന്നു. എനിക്ക് ഈ കൈൻ്റെ ഈ ഭാഗത്ത്. ഇന്നലെ വൈകിട്ടോടെയാണ് കൂരിയാട് ഈ തരത്തിലൊരു വലിയ അപകടമുണ്ടായത്. ദേശീയപാത 66 നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലുള്ള ഭാഗത്ത് റോഡിന്റെ ഒരു ഭാഗം പാർശ്വഭിത്തി ഇടിഞ്ഞ് സർവീസ് റോഡിലേക്ക് വീഴുകയായിരുന്നു. സർവീസ് റോഡ് പാടെ തകർന്നു. ഏതാണ്ട് റോഡ് ഇരുന്ന നിലയിലാണ്. ചതുപ്പ് പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ നിർമ്മാണത്തിലെ ആ ഭാഗത്തേക്കപ്പുറത്തേക്ക് ആ സ്ഥലത്തിന് ഇത്രയും ഭാരമുള്ള ഒരു നിർമ്മിതി താങ്ങാൻ കഴിയാതെ പോയി എന്നതാണ് ഇങ്ങനെയൊരു വലിയ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് കരുതുന്നത്. ഗതാഗതം വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. CV അനുമോദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനുമോദ്, ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഒന്ന്, ആ പ്രദേശത്തിന്റെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയാണ്. അങ്ങനെ ഒരു ഭാഗത്ത് ഇത്രയും ഭാരമുള്ള ഒരു നിർമ്മിതി താങ്ങാൻ കഴിയുമായിരുന്നോ? ഇതിന് സമാനമായ രീതിയിൽ പലയിടങ്ങളിലും ഇത്തരത്തിൽ ഉണ്ട്. ഇനി ഭാവിയിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ? ഇത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒപ്പം ഗതാഗത നിയന്ത്രണമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാതയിൽ ഈ സമയമാവുമ്പോഴത്തേക്കും തിരക്ക് വരുന്ന സമയമാണ്. മഴയുണ്ട്. ഇതെല്ലാം കൂടി എങ്ങനെയൊക്കെയാണ് അവിടുത്തെ സ്ഥിതി ഇപ്പോൾ? ശ്രീജ, നല്ല മഴ പെയ്യുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടായിട്ട് ഇവിടെയുള്ളത്. കാരണം നിലവിൽ തന്നെ ദുർബലാവസ്ഥയിലുള്ള ഒരു മേഖലയിൽ കൂടുതൽ മഴ പെയ്ത് വെള്ളം കെട്ടി നിൽക്കുമ്പോൾ ആ സാഹചര്യങ്ങൾ കുറെ കൂടി വഷളാകുമോ എന്ന ആശങ്കയാണ് ഉയരുന്നത്. നേരത്തെ തന്നെ ഈ ഒരു പ്രദേശത്തിന്റെ ഭൂഘടന പാടത്തിന് നടുവിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. ചതുപ്പ് നിലമാണ് 2 വശത്തും. ആ ചതുപ്പ് നിലത്തിൽ കൂടെ തന്നെയാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ വെള്ളം ഒഴുകി പോകേണ്ട വഴികൾ നിർമ്മാണ സമയത്ത് പൂർണ്ണമായിട്ടും അത് അടഞ്ഞു പോകുന്ന ഒരു സാഹചര്യം. അങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്ന ഭൂമിക്കടിയിലേക്ക് വെള്ളം താഴ്ന്നു പോകുന്ന ഒരവസ്ഥ. ആ ഭൂമിക്കടിയിലേക്ക് സ്വാഭാവികമായിട്ട് വെള്ളം താഴ്ന്നു പോകുമ്പോൾ ആ മേഖലയിലെ മണ്ണ് കൂടുതൽ ദുർബലമാവുകയും ആ മണ്ണിൽ വലിയ ഭാരം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മണ്ണ് ഇടിയാനുള്ള ഒരു സാധ്യത ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് ആയിരിക്കാം ഈ ഒരു റോഡ് ഇരിക്കുവാനുള്ള അല്ലെങ്കിൽ സർവീസ് റോഡ് തകരുവാനുള്ള ആ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് തന്നെ വേണം ഈ ഒരു ഘട്ടത്തിൽ വിലയിരുത്തുവാൻ. ഇത് ശാസ്ത്രീയമായിട്ടുള്ളതല്ല, ഇതൊരു സാധാരണ ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യം മാത്രമായിട്ടാണ് നമുക്കിത് പറയാനാവുന്നത്. ഇനി ഇതിന്റെ ഈ ഒരു പ്രശ്നത്തിന്റെ അപകടത്തിന് കാരണം എന്താണ് എന്നതിനെ കുറിച്ച് ദേശീയപാത അതോറിറ്റി തന്നെയാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഹൈവേ നിർമ്മിക്കുന്ന അധികൃതർ തന്നെയാണ് വിശദീകരിക്കേണ്ടത്. ഇന്ന് രാവിലെ 10:30 ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതിൽ ഈ പ്രൊജക്ട് ഡയറക്ടർ, ദേശീയപാത നിർമ്മാണത്തിന്റെ പ്രൊജക്ട് ഡയറക്ടർ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ MLA-മാരും ഇവിടുത്തെ പ്രാദേശിക ഭരണകൂടങ്ങളിലെ അധ്യക്ഷന്മാരും ഈ യോഗത്തിന്റെ ഭാഗമാകുന്നുണ്ട്. ഈ യോഗത്തിൽ എന്തെല്ലാം കാരണങ്ങളാണ് ദേശീയപാത അതോറിറ്റി ഈ ഒരു അപകടത്തിന് വഴിയൊരുക്കിയതെന്ന കാര്യത്തിൽ ഒരു വിശദീകരണം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് ഇനി പുനർനിർമ്മിക്കേണ്ടതുണ്ട്. നിലവിലെ ഇതേ ഘടനയിൽ ഇത് പുനർനിർമ്മിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അത് മറ്റൊരു അപകടത്തിലേക്ക് വഴിയൊരുക്കുമെന്ന ആശങ്ക എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ എന്ത് മാറ്റങ്ങൾ ഇതിൽ വരുത്തും, എത്ര സമയം ഇതിനെടുക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വിവിധ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ ദേശീയപാത ഈ നിർമ്മാണ കമ്പനി ഇന്ന് ബാധ്യസ്ഥരാണ്. അവരെന്തെല്ലാം കാര്യങ്ങൾ ഈ യോഗത്തിൽ വിശദീകരിക്കുമെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനുശേഷം കളക്ടർ ഒരുപക്ഷെ ഈ കാര്യങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവയ്ക്കാൻ സാധ്യതയുണ്ട്. അതേസമയം തന്നെ നമുക്കറിയാം, ദേശീയപാതയിൽ ഏറ്റവും തിരക്കേറിയ സമയമാണ് ഇനിയുള്ള 9 മണി മുതലുള്ള സമയം. അപ്പോൾ നിലവിൽ ഈ നമ്മൾ നിൽക്കുന്ന ഹൈവേയുടെ താഴത്തുകൂടെയാണ് വാഹനങ്ങളൊക്കെ തിരിച്ചുവിട്ടിരിക്കുന്നത്. കൂടുതൽ വാഹനങ്ങൾ വരുമ്പോൾ ഇവിടെ വലിയ ഗതാഗത കുരുക്കിന്റെ സാധ്യത തന്നെയാണ് കാണുന്നത്. കക്കാട് മുതൽ വഴിപ്പാറയിലൂടെയാണ് മമ്പാട് വഴി
വഴിപ്പാറയിലൂടെയാണ് ഗതാഗതം തിരിച്ചുവിട്ടിരിക്കുന്നത്. ഈ റോഡുകൾ ദേശീയപാതയുടെ പോലെയല്ല, സാധാരണ റോഡുകളാണ്. അതുകൊണ്ട് തന്നെ വലിയ വീതിയില്ലാത്ത വഴികളാണ്. അവിടെ സാധാരണയിൽ കൂടുതൽ വാഹനങ്ങൾ കടന്നു വരുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒരുപാട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഗതാഗതക്കുരുക്കിന് സാധ്യതയുണ്ട്. പലയിടത്തും ഗതാഗതക്കുരുക്ക് തുടങ്ങിയിട്ടുമുണ്ട്, വലിയ തോതിൽ എത്തിയിട്ടില്ലെങ്കിൽ പോലും. അപ്പോൾ അങ്ങനെ ഈ മേഖലയിലൂടെ കടന്നു പോകുന്നവർ ഇക്കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്കി ഒരു ധാരണയോടെ വേണം ഇതിലൂടെ കടന്നു പോകാൻ എന്ന കാര്യം കൂടി ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. 10:30 നേരത്തെ ഉച്ചയ്ക്ക് വിളിച്ചു ചേർത്ത യോഗം 10:30 ഇപ്പോൾ മാറ്റിയിട്ടുള്ളത്. ആ യോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ഈ ഒരു മേഖലയിലെ തുടർ നിർമ്മാണങ്ങളെക്കുറിച്ചും ഈ അപകടത്തിന് വഴിയൊരുക്കിയ സാഹചര്യങ്ങളെക്കുറിച്ചും ഒക്കെ കൃത്യമായ ഒരു വിവരം, അധികൃതരുടെ ഭാഗത്തുനിന്ന് വിശദീകരണം ആ യോഗത്തിൽ ഉണ്ടാകുമെന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. ശ്രീജ. ശരി.